ഇന്നൊരു ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തെങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പച്ച കളറുള്ള പഴയ ബോട്ടിലോ കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ ഭാഗം താഴെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ആ മേലെ ഭാഗം താഴെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമുക്കൊരു പീസ് കിട്ടും. ആ പീസിന് നേരെ സെൻട്രലായിട്ട് മുറിക്കുക. ആ പീസ് കണ്ടോ, അതിന് സെൻട്രലാക്കി മുറിച്ചിട്ട് അതിന് നേരെ തിരിച്ച് പിടിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. അതായത് തെങ്ങിൻ്റെ പട്ട, പച്ച കളറുള്ള പട്ട അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. കുറച്ച് വീതിയിൽ മുറിച്ചെടുക്കുക. എല്ലാം അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അത് ആ പട്ടയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് കോൺ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക രണ്ട് ഭാഗം. എന്നിട്ട് പിന്നെ പട്ടയുടെ ലീഫ് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുക. കുറച്ച് പണിയാണ് കേട്ടോ. ചെറിയ കുട്ടികളൊന്നും ഇത് ചെയ്ത് നോക്കരുത്. കൈ മുറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വലിയ ആൾക്കാർ കാണുകയാണെങ്കിൽ അവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പം കത്രികയൊക്കെ എടുത്തുള്ള കുറച്ച് എഫേർട്ട് എടുത്തിട്ടുള്ള ജോലിയാണ്. ഇതങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സെൻട്രൽ ആദ്യം ആ ഒരു പീസിന് സെൻറ്ററാക്കി മടക്കണം കേട്ടോ. മടക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ സെൻറ്റർ പോർഷൻ കിട്ടും. സെൻറ്റർ പോർഷൻ നമ്മളിങ്ങനെ വളച്ച് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് ക്രോസ് ആക്കി മുറിച്ച് കൊടുക്കുക. അപ്പോൾ പട്ടയുടെ ഷേപ്പ് വളരെ വൃത്തിയായിട്ട് കിട്ടും. അങ്ങനെ സെൻറ്ററായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് അങ്ങനെ മുറിച്ച് വളച്ച്, ഓലയുടെ ഷേപ്പ് അങ്ങനെയാണല്ലോ, പട്ടയുടെ ഷേപ്പ് അങ്ങനെയാണല്ലോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായി ഉണ്ടാക്കി പിന്നെ വീതി കൂടി പിന്നെ വീതി കുറഞ്ഞ് വരുന്നൊരു ഷേപ്പല്ലേ. ആ ഷേപ്പ് കിട്ടാൻ പാകത്തിന് അങ്ങനെ മുറിച്ചെടുക്കുക. ഞാൻ വലിയ ഈ ആർട്ട് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ. എനിക്കറിയില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കുകയാണ്. എന്നിട്ട് അങ്ങനെ എല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ഒരു പെൻസിലോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് പോലെയുള്ള വല്ലതും കിട്ടുമെങ്കിൽ അതെടുത്തിട്ട് ആ ഓരോ ലീഫ് നമ്മൾ ഉണ്ടാക്കിയതിലേക്ക് ചേർത്ത് വെച്ച് സെല്ലോ ടാപ്പ് കൊണ്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ചെയ്ത് നന്നായി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പേപ്പറാണ് അതിൽ ചുറ്റി ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു കാപ്പി കളർ ബ്രൗൺ കളർ കൊടുത്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. അങ്ങനെ അടിപൊളിയായിട്ടില്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.